നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 27 നക്ഷത്രങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ നക്ഷത്രങ്ങളും അറിയേണ്ടതെല്ലാം ഇതുവരെ ആരും പറയാത്ത രഹസ്യങ്ങൾ എന്നുള്ള നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. എന്നിരുന്നാലും അത്തരത്തിൽ സ്ത്രീകളുടെ വിശേഷങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഉണ്ടാകും, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ തുടർന്ന് ചെയ്യുകയാണ്. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചാണ്. സ്ത്രീ ജന്മം ഭാഗ്യജന്മം എന്നാണ്. സ്ത്രീ അമ്മയാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമാണ്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവർ എന്നാണ്. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ, മക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുന്നവരാണ് അമ്മമാർ. അപ്രകാരം സ്ത്രീകളുടെ നക്ഷത്രപ്രകാരം ഓരോ വ്യക്തികൾക്കും എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകും, അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഈ വീഡിയോകളിലൂടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂനതകൾ പറയുമ്പോൾ അതിലൂടെ മാറ്റിയെടുത്ത് നല്ലൊരു സമൂഹത്തിനായി ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഇതിലൂടെ സ്ത്രീകൾക്ക് ചെയ്യാനാകും. അതിനുള്ള പരിഹാര മാർഗങ്ങളും നമുക്ക് പ്രതിപാദിച്ചു പോകാം. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു പോന്നാൽ അവർക്ക് ജീവിതം സന്തുഷ്ടവും ഭദ്രവുമാകുന്നതാണ്. നമുക്ക് അത്തരത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങളെ പറയാം. മകൻ നക്ഷത്രക്കാരുടെയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. നമുക്ക് ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് പൂരം നക്ഷത്രക്കാരുടെ സ്ത്രീകളുടെ വിശേഷ ഫലങ്ങളെ ഒന്ന് പറയാം. പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ഇതുവരെ ആരും പറയാത്ത കഥകൾ. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. പൂരം പിറന്ന പുരുഷൻ എന്ന് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പൂരം പിറന്നാൽ പുരുഷന് മാത്രമല്ല സ്ത്രീക്കും അത് ഗുണപ്രദമാണ്. അത്തരത്തിലുള്ള ഗുണഫലങ്ങളെ നമുക്ക് എന്തൊക്കെയാണ് സ്വഭാവ സവിശേഷതകൾ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഏത് കാര്യവും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ശുക്രദശയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനം. തങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വാർത്ഥത ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ദോഷകരമായി തീരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. എന്തൊക്കെ കാര്യങ്ങളും മുറപ്രകാരവും പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോലും അതിലൊക്കെ ഒരു കാലതാമസം ഇവർ വെച്ച് പുലർത്താറുണ്ട്. അത് ഒഴിവാക്കിയാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നതാണ്. ജീവിതത്തിൽ നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. അങ്ങനെ ചിന്തിക്കുന്ന പക്ഷം ചുറുചുറുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് അതൊക്കെ നേടിയെടുക്കാൻ പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സാധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെയും ജോലിയിലും മറ്റും ചില ശ്രദ്ധ കൊടുക്കേണ്ടതും സ്ത്രീകളായിട്ടുള്ള പൂരം നക്ഷത്രക്കാരുടെ ആവശ്യമാണ്. എന്നാൽ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ, കൊച്ചു കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക എന്നീ ശീലങ്ങളൊക്കെ പൂരം നക്ഷത്രക്കാരികൾ ഒഴിവാക്കേണ്ടതാണ്. അയൽപക്കക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. സഹോദരങ്ങളുമായി വിട്ടുവീഴ്ചകളോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതും നല്ല ഫലങ്ങളെ നൽകുന്നതാണ്. ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന പക്ഷം കയ്യിലുള്ള സമ്പത്തെല്ലാം അലിഞ്ഞ് ഇല്ലാതാകുന്ന ഒരു അനുഭവവും പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്കുണ്ട്. പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് കുട്ടികളാൽ എപ്പോഴും ഗൃഹ അന്തരീക്ഷം നല്ല സന്തോഷപ്രദമാകുന്നതാണ്. എന്നിരുന്നാലും കുട്ടികളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സ്വഭാവശീലങ്ങൾ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള അമ്മമാർ ഒഴിവാക്കേണ്ടതാണ്. മക്കളുടെ ജീവിതം ശോഭനമാക്കുവാൻ പാടുപെടുന്നവരാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ അവർക്ക് അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നൽകാതെ, എന്നാൽ ആവശ്യത്തിനുള്ള നിയന്ത്രണങ്ങൾ നൽകിക്കൊണ്ട് അവരോട് സ്വാതന്ത്ര്യം കാട്ടി അവരെ നേർവഴിക്ക് നയിക്കേണ്ടതാണ്. സദാ പൂർണ്ണമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് ജീവിതം നയിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ. മനസ്സിന്റെ ഏകാഗ്രത കുറവ് മൂലം ചിലപ്പോഴൊക്കെ മാനസിക പിരിമുറുക്കത്തിലും ചിന്താക്കുഴപ്പത്തിലും ആഴ്ന്നു പോകാറുമുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സംഗീതം, ചിത്രരചന തുടങ്ങിയ കാര്യങ്ങളിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട മേഖലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകളെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ദേഷ്യമായാലും സന്തോഷമായാലും പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അത് മുഖത്ത് പ്രകടിപ്പിക്കാറുണ്ട്. എന്നിരുന്നാലും എല്ലായ്പ്പോഴും സന്തുഷ്ടരായിരിക്കാനും ശ്രമിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലൂടെ ലഭിക്കേണ്ട നന്മകൾ എപ്പോഴും പൂരം നക്ഷത്രക്കാരികൾക്ക് കിട്ടാറുമുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാകട്ടെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ്. ഈശ്വരീയമായിട്ടുള്ള വഴിപാടുകളിലൂടെയും ആത്മീയ കാര്യങ്ങളിലൂടെയും ഈ ദേഷ്യമൊക്കെ ഒഴിവാക്കി മനസ്സിനെ സ്വസ്ഥമാക്കുക. അങ്ങനെ വരുന്ന പക്ഷം ഇവരുടെ ജീവിതത്തിൽ ഇരട്ടി ഫലങ്ങൾ ലഭിക്കുന്നതാണ്.
ഒന്നാണ്. മാതാപിതാക്കളോടും ഗുരു കാരണവന്മാരോടുമൊക്കെ സ്നേഹവും ബഹുമാനവും ഒക്കെ നല്ല രീതിയിൽ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരികൾ. എന്നാൽ അവരുടെ ചില പോരായ്മകൾ മൂലം അത് തുറന്ന് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തപ്പെട്ടേക്കാം. അത് മറ്റുള്ളവരിൽ അത് സ്വാർത്ഥത മൂലമാണ് എന്ന സംശയം ഉളവാക്കിയേക്കാം. എന്നാൽ അവർ സ്വാർത്ഥതയ്ക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെയാണ് അവരോടൊക്കെ ഇടപെടാറുള്ളത്. അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിൽ ചില പിശകുകൾ പറ്റാറുമുണ്ട്. അമിതമായി ചിലപ്പോൾ സ്നേഹപ്രകടനങ്ങൾ ഇവർ കാണിച്ചു എന്ന് വരാം. അതിനനുസരിച്ചിട്ട് സ്നേഹവും ബഹുമാനവും ഒക്കെ അവർ പ്രകടിപ്പിക്കാറുമുണ്ട്. എന്നാൽ ഈ അമിത സ്നേഹപ്രകടനത്തിലൂടെ മറ്റുള്ളവർ സംശയത്തിൽ ചിന്തിക്കുക പതിവാണ്. പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അടുക്കള, കുളിമുറി എന്നീ സ്ഥലങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കേണ്ടതാണ്. പൂരം നക്ഷത്രക്കാരികളായിട്ടുള്ളവർ മുഖസ്തുതിക്കാരെ അന്ധമായിട്ട് വിശ്വസിക്കാറുണ്ട്. അതേപോലെ തന്നെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വെറുക്കാറുമുണ്ട്. എന്നാൽ ഇത് രണ്ടും മാറ്റേണ്ട സ്വഭാവങ്ങളാണ്. ആ സ്വഭാവം കാരണം പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് പലതും നഷ്ടമാകാറുമുണ്ട്. നിത്യവും കുറച്ചു സമയമെങ്കിലും പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ധ്യാനത്തിനായി മാറ്റിവെക്കുക. മറ്റുള്ളവർക്ക് ചിട്ടവട്ടങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറില്ല. എന്നാൽ അത് ശ്രമിക്കുന്ന പക്ഷം ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ജീവിതമാകുന്ന യാത്രയിൽ ആ പ്രയാണം സുഗമമായിരിക്കണമെങ്കിൽ ആ യാത്ര ചെയ്യുന്ന വാഹനപാതയും നേരെയായിരിക്കണം. അവിടെ വേഗതയും ധൃതിയും ഒന്നും പാടില്ല. അതൊക്കെ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അല്പനേരം മുമ്പേ പുറപ്പെട്ടാൽ ദിക്ക് തെറ്റാതെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ തീർത്ഥയാത്രകളൊക്കെ തന്നെ മനസ്സിന് പൂർണ്ണതയും സന്തോഷവും നൽകുന്നതാണ്. പൂരം നക്ഷത്രക്കാരെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗ പ്രശ്നങ്ങൾ ചെവി, മൂക്ക്, തൊണ്ട രോഗങ്ങൾ ഇവയൊക്കെയാണ്. ചിലർക്ക് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് അനുഭവപ്പെട്ടേക്കാം. പാരമ്പര്യ രോഗങ്ങളും ഇവരെ ബാധിക്കാറുണ്ട്. ആരോഗ്യകാര്യത്തിൽ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ സൂര്യദശാകാലവും വ്യാഴദശാകാലവും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റ് പ്രവർത്തന മേഖലകളിലും ഇവർ ഈ കാലത്ത് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാനായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവും ഇവർക്ക് ഫലപ്രദമാണ്. ഓം മഹാദേവിയേച്ച വിദ്മഹേ രുദ്രപത്നേച്ച ധീമഹി തന്നോ ഉമ പ്രചോദയാത് എന്ന പാർവതി ദേവിയുടെ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുന്നതും പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെയേറെ ഗുണപ്രദമാണ്. ദുരിതങ്ങളെല്ലാം അകന്ന് സൽഫലങ്ങൾ വർദ്ധിക്കാൻ പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സാധിക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ വീഡിയോ കൊണ്ട് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള മറ്റ് നക്ഷത്രങ്ങളുടെ വീഡിയോകളുമായി നമുക്ക് തുടർന്ന് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.